ശബരിമല സ്വർണ്ണക്കളവ് കേസിന് നേതൃത്വം നൽകിയ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ എ പത്മകുമാറിനെ വൈകിയാണെങ്കിലും അന്വേഷണ സംഘത്തിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചെന്ന് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. മോഷണത്തിൽ കൂടുതൽ CPM നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട്. നടന്നത് 2019 മുതൽ 2025 വരെയുള്ള സ്വർണ്ണക്കൊള്ളയും വഞ്ചനയും ചതിയുമാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. 1.5 മാസം മുമ്പ് കോടതി പറഞ്ഞിട്ടും ഇതുവരെ ഭരണത്തിന്റെ മറവിൽ പത്മകുമാറിനെ സംരക്ഷിക്കുകയായിരുന്നെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. അതുതന്നെ തെളിവുകളുടെ വെളിച്ചത്തിൽ അന്വേഷണ സംഘം നിർബന്ധിതമായതാണ്. രാഷ്ട്രീയ നേതാക്കന്മാരുൾപ്പെടെ പ്രതികളാണെന്ന് ഹൈക്കോടതി ആവർത്തിച്ച് പറഞ്ഞിട്ടും ഭരണത്തിന്റെ മറവിൽ നേതാക്കൾ ഒഴിവാക്കപ്പെടുകയായിരുന്നു. വാസുവിനെ തുടർന്ന പത്മകുമാർ ഇനിയും നേതാക്കൾ പ്രതികളായുണ്ട്. 2019 മുതൽ 2025 വരെ നടന്ന ഗൂഢാലോചനയാണ് ഈ കൊള്ളയെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. കളവിന് നേതൃത്വം നൽകിയ പത്മകുമാറിനെ വൈകിയാണെങ്കിലും അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം നിർബന്ധിതമായിരിക്കുകയാണ്. ഈ കേസിൽ രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടെ പ്രതികളാണ് എന്ന് ഹൈക്കോടതി ആവർത്തിച്ചു പറഞ്ഞിട്ടും ഭരണത്തിന്റെ തണലിൽ രാഷ്ട്രീയ നേതാക്കന്മാരായ പ്രതികൾ ഇതുവരെയും അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയായിരുന്നു. കോടതി ആവർത്തിച്ച് പറയുകയും തെളിവുകൾ വളരെ കൃത്യമായും വ്യക്തമായും ബോധ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് എത്തിയിട്ടുള്ളത്. വാസുവിനെ തുടർന്ന് പത്മകുമാറും ഇപ്പോൾ അകത്താകുന്നു. ഇനിയും കൂടുതൽ CPM നേതാക്കന്മാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് 2019 മുതൽ 25 വരെ നടന്ന ഗൂഢാലോചനയും വഞ്ചനയും കളവും ചതിയുമാണ്. ഇവരിൽ ചോദ്യം ചെയ്ത് ഈ നഷ്ടപ്പെട്ട സ്വർണങ്ങൾ, എത്രയോ കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വർണം എവിടെ വിറ്റു, ആർക്ക് വിറ്റു, എത്ര പണം കിട്ടി, ആ പണം എന്ത് ചെയ്തു, ഈ ഗൂഢാലോചനയുടെ തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് കഴിയണം. ഭരണത്തിന്റെ സ്വാധീനത്തിന്റെ ബലത്തിലും തണലിലും പ്രതികൾ രക്ഷപ്പെടുന്നത് ഒരു കാരണവശാലും അനുവദനീയമല്ല. പ്രതികളെ ചോദ്യം ചെയ്ത് കോടിക്കണക്കിന് രൂപയുടെ സ്വർണം എവിടെ ആർക്ക് വിറ്റു എന്നറിയണം. ആ പണം എന്തു ചെയ്തെന്നും അറിയണം. ഭരണത്തിന്റെ മറവിൽ പ്രതികൾ രക്ഷപ്പെടരുതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.